Hi friends, Assalamu alaikum. Welcome back to my channel Babyskitchen. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതോ റൈസിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ബേബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ മുഴുവനായിട്ടും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കഷ്ണങ്ങളാക്കി എടുക്കുന്ന സമയത്ത് വലുതായിട്ട് എടുക്കാതെ ചെറിയ സൈസ് തന്നെ മുറിച്ചെടുക്കുക കേട്ടോ. ആദ്യം ഇനി ഇത് നമുക്കൊന്ന് ഒരു 1-2 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ വെള്ളം തിളക്കുന്ന ഒരു സമയത്ത് കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞ് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ തിളക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം തന്നെ ഇത് ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് വേഗം തന്നെ ഇതുപോലെ ഊറ്റി വെക്കാം. ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിക്കണ്ട കേട്ടോ. കോളിഫ്ലവർ തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി കൂട്ടുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിലും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി കോൺഫ്ലോർ ഒരു 1/2 കപ്പ്, അരിപ്പൊടി 2 ടേബിൾ സ്പൂണ്, കടലമാവും 2 ടേബിൾ സ്പൂണ്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, പിന്നെ ചെറുനാരങ്ങയുടെ നീര് 2 ടേബിൾ സ്പൂണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. വെള്ളം കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ. എനിക്ക് ഈ 1 കപ്പ് വെള്ളം കറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന കോളിഫ്ലവറിൻ്റെ അളവിനനുസരിച്ച് പൊടികളൊക്കെ കുറച്ച് കൊടുക്കുകയോ കൂട്ടി കൊടുക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. അധികം വെള്ളം കൂടിപ്പോയാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് തന്നെ കറക്റ്റാക്കി എടുക്കണേ. ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റാക്കി എടുക്കാം. ഇനി ഈ ഒരു മസാലക്കൂട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാക്സിമം ഒരു ഹാഫ് അവറെങ്കിലും വെച്ചിരിക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ കോളിഫ്ലവറും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒരു 1 അവറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോരോ പീസായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം നേരം ഒന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ മുകൾ ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇങ്ങനെ ഫ്രിഡ്ജിലും 1-2 ദിവസമൊക്കെ വെക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റുന്നതിൻ്റെ ഒരു തൊട്ട് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ടും ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് ഇതുപോലെ എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ കോളിഫ്ലവർ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ചൂടോടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ആ ഒരു ക്രിസ്പിയിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെയല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.